സത്യത്തിൽ എന്താണ് വിഡോസ് ബേ? ഈ ദ്വീപിലെ ചരിത്രം എന്താണ്? പുതിയ ചാപ്റ്ററിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് അതുതന്നെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ, അതായത് 1702 നടക്കുന്ന സംഭവങ്ങളിലേക്കാണ് നമ്മൾ കണ്ണുകളെടുത്ത് വയ്ക്കുന്നത്. അതും സാറ എന്നൊരു പാവം സ്ത്രീയിലേക്ക്. വിഡോസ് ബേയുടെ ഫൗണ്ടർ ആയ റിച്ചാർഡ് വാറൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കാനും അയാളുടെ കുട്ടികളെ നോക്കാനുമായി സാറ വിഡോസ് ബേയിലേക്ക് വന്നിറങ്ങുകയാണ്. സമുദ്ര സഞ്ചാരത്തിലിരിക്കെ അവൾക്കുള്ളിൽ ഏറെ പ്രതീക്ഷകളാണ്. അതെല്ലാം ഒരു ഡയറിയിലായി കുറിച്ച് സൂക്ഷിക്കുന്നുമുണ്ട്. കുട്ടികളുമൊത്തൊരു കുടുംബജീവിതം ഉണ്ടാവില്ലെന്ന് കരുതിയെടുത്ത് നിന്നിപ്പോൾ പുതിയ നല്ല പ്രൗഢിയുള്ള ജീവിതം തുടങ്ങാൻ പോകുന്ന ആകാംക്ഷ. അങ്ങനെ കരയിലേക്ക് കാൽകുത്തി നിൽക്കുന്ന സാറയെ ഒരു കുതിരവണ്ടിയിൽ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാൻ കാത്തു നിൽക്കുന്ന വണ്ടിക്കാരൻ അവളോടൊരു കാര്യം പറയുന്നുണ്ട്. ദ്വീപിൽ കോടമഞ്ഞ് വീഴുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് സാറയുടെ ഭാഗ്യമാണെന്ന്. കാരണം ഒരിക്കലും ഈ ദ്വീപിൽ മഞ്ഞ് വീണ് തുടങ്ങിയാൽ പിന്നെ പുറത്തു നിന്നൊരാൾക്ക് ഇവിടേക്ക് പ്രവേശിക്കാനോ ഇവിടെയുള്ളവർക്ക് പുറത്തേക്ക് പോകാനോ സാധിക്കില്ല. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: വർത്തമാനകാലത്ത് ദ്വീപിലുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ കനത്ത മഞ്ഞ് പെട്ടെന്നൊരു ദിവസം ഉണ്ടായ പ്രതിഭാസമല്ല, മറിച്ച് കാലങ്ങളായി ഈ ദ്വീപിലുള്ളവരെ അലട്ടുന്ന വലിയൊരു പ്രശ്നമാണിത്. യാത്ര തുടങ്ങും മുമ്പ് സാറ വണ്ടിക്കാരനോട് റിച്ചാർഡ് എങ്ങനെയൊക്കെ പെട്ട ആളാണെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ റിച്ചാർഡിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചോ സ്വഭാവത്തെക്കുറിച്ചോ അയാൾ കൃത്യമായി ഒന്നും തന്നെ പറയുന്നില്ല. പകരം അയാൾ പറഞ്ഞത് ഈ ദ്വീപിൽ മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കുന്നത് തന്നെ റിച്ചാർഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നാണ്. അങ്ങനെ ആ സംസാരം അവസാനിപ്പിച്ച് സാറയും വണ്ടിക്കാരനും പള്ളി ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. പോകുന്ന വഴിക്ക് സാർ ഒരു വീടിൻ്റെ വാതിലിൽ വലിയൊരു ചുവന്ന കുരിശ് അടയാളപ്പെടുത്തിയിരിക്കുന്നതായി ശ്രദ്ധിക്കുന്നു. മാത്രമല്ല ആ വീട്ടിലെ ഒരാൾ വളരെ വിചിത്രമായ രീതിയിൽ പെരുമാറുന്നതും അവൾ കാണുന്നുണ്ട്. എന്തിനായിരിക്കും ഇത്രയും ദൂരം താണ്ടി സാറ ഈ ദ്വീപിലേക്ക് വിവാഹം കഴിക്കാൻ വന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതിനുള്ള ഉത്തരം പള്ളിയിലെ ഒരു സ്ത്രീയുമായി സാറ നടത്തുന്ന സംഭാഷണത്തിലുണ്ട്. സാറ വിവാഹപ്രായം കഴിഞ്ഞിട്ടും അവിവാഹിതയെ തുടരുന്ന ഒരു സ്ത്രീയാണ്. ഈ കാലഘട്ടത്തിൽ ആരും അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നില്ല. അതിനാൽ തന്നെ സ്വന്തം അച്ഛന് അവളൊരു വലിയ ഭാരമായി മാറിയിരുന്നു. മറുവശത്ത് റിച്ചാർഡിൻ്റെ അവസ്ഥയും സമാനമായിരുന്നു. ആളുടെ ഭാര്യ അടുത്തിടെയാണ് മരിച്ചത്. ആ ദ്വീപിലെ ഒരു സ്ത്രീ പോലും റിച്ചാർഡിനെ വിവാഹം കഴിക്കാൻ തയ്യാറല്ലായിരുന്നു. ബാക്കിയുള്ളവരാകട്ടെ വിവാഹിതരുമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തനിക്കൊരു വധുവിനെ ഏർപ്പാടാക്കി തരാൻ റിച്ചാർഡിന് കരയിലുള്ളവരോട് മെയിൻലാൻഡേഴ്സിനോട് ആവശ്യപ്പെടേണ്ടി വന്നു. ഒരു ഗ്രാമത്തിലെ മേയറെ വിവാഹം കഴിക്കുക എന്നത് സാമ്പത്തികമായി വലിയൊരു നേട്ടമായി സാറയുടെ അച്ഛൻ കണ്ടു. അവളെ ഇത്രയും ദൂരം ഒരു ദ്വീപിലേക്ക് പറഞ്ഞയക്കാൻ അയാളെ പ്രേരിപ്പിച്ചതും ഈ ഒരു കാരണം തന്നെയാണ്. എന്നാൽ സാറയുടെ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ അവളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും ആ ദ്വീപിലേക്ക് വന്നിരുന്നില്ല എന്നത് കേൾക്കുമ്പോൾ വളരെ മോശം തോന്നുന്നൊരു കാര്യമായിരുന്നു. റിച്ചാർഡ് എങ്ങനെയൊക്കെ പെട്ട ആളാണെന്ന് സാറ പള്ളിയിലെ ആ സ്ത്രീയോടും ചോദിക്കുന്നുണ്ട്. എന്നാൽ അവർ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ വിവാഹകർമ്മങ്ങൾ നടത്താനായി പാസ്റ്റർ കോളിൻസ് അവിടേക്ക് വരികയായിരുന്നു. വിവാഹത്തിന് മുമ്പ് പാസ്റ്റർ കോളിൻസ് തികച്ചും അസാധാരണമായ 2 കാര്യങ്ങൾ സാറയോട് പറയുന്നുണ്ട്. ഒന്നാമതായി അയാൾ സാറെ ഉപദേശിക്കുന്നത് അവൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അപകടങ്ങളോ നേരിടേണ്ടി വരുന്നതായി തോന്നിയാൽ ഏത് പാതിരാത്രിയായാലും തന്നെ വന്ന് വിളിക്കാം എന്നാണ്. രണ്ടാമതായി അയാൾ അവൾക്കൊരു മുന്നറിയിപ്പ് നൽകുന്നു. റിച്ചാർഡ് വിവാഹവേദിയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രതിജ്ഞകൾ, വെഡ്ഡിംഗ് വൗസ്, കുറച്ച് വിചിത്രമാണ്. അങ്ങനെ റിച്ചാർഡിനെ ആദ്യമായി നേരിൽ കാണുമ്പോൾ തന്നെ കോളിൻസ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് സാറയ്ക്ക് ബോധ്യമാവുന്നുണ്ട്. പള്ളിയിൽ വധുവായി അണിഞ്ഞു നിൽക്കെ തൊട്ടു മുന്നിലുള്ള റിച്ചാർഡിൻ്റെ നോട്ടത്തിലും പെരുമാറ്റത്തിലും മാനസിക നില തെറ്റിയ ഒരാളുടെ ലക്ഷണങ്ങൾ വ്യക്തമായി കാണാമായിരുന്നു. വധു എന്നതിലുപരി ആ വെഡ്ഡിംഗ് ഹൗസിൽ ഉണ്ടായിരുന്നത് വേലക്കാരി, പരിചാരക എന്നൊക്കെയുള്ള പ്രയോഗമായിരുന്നു. വിവാഹശേഷം റിച്ചാർഡ് സാറെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും കുട്ടികളെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ആ ഒരു സന്ദർഭം കൂടി എത്തിപ്പിടിക്കും ഗ്രാമത്തിലെ മേയർ അയാളുടെ മാനസികനില ശരിയല്ല എന്ന കാര്യം സാറയ്ക്ക് കൂടുതൽ വ്യക്തമാകുന്നു. കുഞ്ചിന് മൊത്തം 5 മക്കളാണ്. അതിൽ ഫ്രാൻസിസ് എന്ന പേരുള്ള പെൺകുട്ടിയാണ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പാടോടെ നിൽക്കുന്നത് എന്ന് സാറ ശ്രദ്ധിച്ചു. അവളുടെ ഭയം മാറ്റാനും കുറച്ച് ആത്മവിശ്വാസം നൽകാനുമായി സാറ തൻ്റെ അമ്മയുടെ ഓർമ്മിക്കുന്ന പോലെ കയ്യിലെപ്പോഴും സൂക്ഷിച്ചിട്ടുള്ള ഒരു ബ്രൂച്ച് സൂചിപ്പതക്കം അതാ കുട്ടിയുടെ കളിപ്പാവയിൽ കുത്തിവെച്ച് കൊടുത്തതും ഇത് കണ്ടുടനെ മറ്റു കുട്ടികളും ചോദിച്ചു, അപ്പോൾ ഞങ്ങൾക്കൊന്നുമില്ലേ? ആ കുട്ടികൾക്ക് എത്രത്തോളം സ്നേഹവും കരുതലും ആവശ്യമായിരുന്നു എന്നത് അവരുടെ പെരുമാറ്റത്തിൽ നിന്നും സാറയ്ക്ക് മനസ്സിലായി. നാളെ തീർച്ചയായും എല്ലാവർക്കും ഓരോ സമ്മാനങ്ങൾ നൽകാം എന്ന് പറഞ്ഞ് സാറ അവരെ സമ്മാനിപ്പിച്ചു. ഇതിനിടെ ഒരു കാര്യം മറന്നിട്ടല്ലോ, ഈ ഒരു രാത്രി ഈ 2 പേരുടെയും ആദ്യരാത്രിയാണ്. റിച്ചാർഡ് മൊത്തമുള്ള സ്നേഹനിർഭരമായ നിമിഷങ്ങൾക്ക് കാത്തു നിൽക്കുന്ന സാറ പക്ഷേ മണിയാണ് കേൾക്കുന്നത്, ആ സമയത്തുള്ള പള്ളിമണി. ആ ഒരു മുഴക്കം കേട്ട ഉടനെ റിച്ചാർഡ് വറീഡായി സാറയുടെ പിള്ളേരെ കിടത്തി ഉറക്കാൻ പറഞ്ഞിട്ട് ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാണെന്നുള്ള അവളുടെ പറച്ചിൽ വഹിക്കാതെ വെപ്രാളത്തോടെ അവിടെ നിന്നും പുറത്തേക്ക് കൂടി പോകുന്നു. സാറ കുട്ടികളെ ഉറക്കിയ ശേഷം അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തൻ്റെ ഡയറിയിൽ എഴുതിക്കൊണ്ട് ഉറങ്ങാതെ കാത്തിരുന്നു. റിച്ചാർഡിൻ്റെ ഇതുപോലത്തെ അസ്വാഭാവികമായ പെരുമാറ്റമായിരുന്നു അതിലെ മെയിൻ ടോപ്പിക്. അങ്ങനെ ഏറെ നേരം കഴിഞ്ഞ് താഴെ ശബ്ദം കേട്ട് സാറ് ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പോൾ അത് റിച്ചാർഡ് തിരികെ വന്നത് തന്നെയായിരുന്നു. എന്നാൽ അയാളുടെ അവസ്ഥ കണ്ട് സാറ് ഞെട്ടിപ്പോകുന്നു. അയാൾ ഊണുമേശയ്ക്കരികിൽ ഇരിക്കുകയാണ്. വായാണെങ്കിൽ തുറന്നു പിടിച്ച നിലയിൽ, കണ്ണുകളോ മുകളിലേക്ക് മറിഞ്ഞ നിലയിൽ. അതിലുപരി അയാളുടെ കൈകളിൽ മുഴുവൻ ചോര പുരണ്ടിട്ടുണ്ടായിരുന്നു. ആ മേശപ്പുറത്ത് പ്രധാനമായും 3 സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒരു കൂർത്ത സ്ക്രൂ ഡ്രൈവർ, അയാൾ എപ്പോഴും ധരിക്കുന്ന പെൻഡൻറ്റ്, മാല,
പിന്നെ ആ കറുത്ത നിറമുള്ള കൂണിൻ്റെ പൊടിയും. വളരെ ഭയപ്പെടുന്ന ഈ കാഴ്ച നോക്കി സാറ് നിൽക്കുമ്പോൾ റിച്ചാർഡിന് പെട്ടെന്ന് ബോധം വന്നെന്ന പോലെ നോർമലായി ശല്യം ചെയ്ത് പോകാൻ കർശനമായി അവളോട് പറഞ്ഞു. കൂണിൻ്റെ ലഹരിയിലായിരുന്നു റിച്ചാർഡെങ്കിലും അയാളുടെ ആ ജീവച്ചവം പോലുള്ള അവസ്ഥയ്ക്ക് എന്തോ റീസൺ ഉണ്ട്. പിറ്റേ ദിവസം സാറ ഗ്രാമം ചുറ്റിക്കാണിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു കുടുംബം അവിടെ പ്രിയപ്പെട്ട ആരുടെയോ മൃതദേഹം കുഴിച്ചിരുന്ന കാഴ്ച അവൾ കാണുന്നു. അതങ്ങനെ നോക്കി നിൽക്കെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്ന ഒരു നിരീക്ഷക വാച്ചറാണ് സാറയെന്ന് ആ അടക്കം ചെയ്യുന്ന കൂട്ടത്തിലെ ഒരു സ്ത്രീ അവളെ നോക്കി നിൽക്കുന്നുണ്ട് കുറ്റപ്പെടുത്തി. അബിഗേൽ, അവരുടെ ഭർത്താവ് ഒരു വൈദ്യനാണ്. ആളുടെ നേതൃത്വത്തിലാണ് ആ മൃതശരീരം അവിടെ അടക്കം ചെയ്യുന്നത്. അവരുടെ കുറ്റപ്പെടുത്തൽ കേൾക്കുന്നതും എന്നാൽ ഗ്രാമത്തിൽ തുടർച്ചയുണ്ടാകുന്ന ഈ മരണങ്ങൾക്ക് പിന്നിലെ കാരണം എന്താണെന്ന് അറിയാനുള്ള ഒരാകാംക്ഷ മാത്രമാണ് തനിക്കുള്ളതെന്ന് സാർ അവരോട് പറയുമ്പോൾ ഗ്രാമത്തിൽ ഇപ്പോൾ ഒരു മഹാമാരി പടർന്നു പിടിച്ചിരിക്കുകയാണെന്ന് അവർ വെളിപ്പെടുത്തുന്നു. അത് ശാരീരികമായൊരു അസുഖമാണോ അതോ മാനസികമായൊന്നാണോ എന്ന് അവർക്ക് കൃത്യമായി അറിയില്ലായിരുന്നു. എന്നാൽ ആ അസുഖം ബാധിക്കുന്നവർ വളരെ അക്രമാസക്തമായി മാറുന്നു എന്നതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാറയ്ക്ക് ഇതിട്ട് ഭയം ഉണ്ടാകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീ റിച്ചാർഡ് തങ്ങൾക്ക് എപ്പോഴും ധൈര്യം തരാൻ പറയുന്ന പോലെ ഈ മോശ സമയം വേഗം കടന്നു പോകും എന്ന് പറഞ്ഞ് അവളെ ആകുലപ്പെടുത്താണ്ടിരിക്കാൻ ശ്രമിച്ചു. സാറ് തിരികെ വീട്ടിലെത്തി അന്നത്തെ അത്താഴം ഒരുക്കി ഓരോന്ന് ചെയ്ത് നിൽക്കെ എസ്ര ലോവറി എന്നൊരാൾ റിച്ചാർഡുമായി മേശയ്ക്ക് മുന്നിലിരുന്ന് ഈ മഹാമാരിയെക്കുറിച്ച് സംസാരിക്കുന്നത് അവൾ കേൾക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി ആ അസുഖം ആളുകളുടെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് എസ്ര പറയുന്നു. അസുഖം ബാധിച്ചവർ മരിച്ചു വീഴുന്നുണ്ട്. എന്നാൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവരൊക്കെ വല്ലാണ്ട് വയലൻ്റായി ആരെങ്കിലുമൊക്കെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതൊരു വലിയ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതിനെ നിയന്ത്രിക്കാൻ റിച്ചാർഡിന് കഴിയുന്നില്ലെന്നും ആ സംസാരത്തിൽ നിന്നും വ്യക്തമാകുന്നു. ഇതിൽ ഒരു സ്ഥിതിയെക്കുറിച്ച് എസ്ര പറയുന്നത് അതിഭീകരമാണ്. ഇതുപോലെ ഒരാൾക്ക് ആദ്യമേ പ്ലേഗ് ബാധിച്ചതും അവശനായി. എന്നാൽ പിന്നീട് ശുഭിതനായി വയലൻ്റ് ആവാൻ തുടങ്ങി. ഒരു ദിവസം വെളുപ്പിനെ വന്ന് നോക്കിയപ്പോൾ അയാളുടെ ഭാര്യയുടെ കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിച്ച് പൈശാചികതയോടെ നോക്കി നിൽക്കുന്നതായാണ് കാണപ്പെട്ടത്. സാറ ഇത് കേട്ട് ഞെട്ടിത്തെറിച്ചുപോയി. തങ്ങൾ സംസാരിക്കുന്നത് സാറ ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ റിച്ചാർഡ് ഉടൻ തന്നെ ആളെ മുറിയിലേക്ക് പറഞ്ഞയക്കുന്നു. റിച്ചാർഡ് പറഞ്ഞനുസരിച്ച് സാറ കോണിപ്പടികൾ കയറി മുകളിലേക്ക് പോകുമ്പോൾ എസ്ര റിച്ചാർഡ് നേരെ വലിയൊരു ആരോപണം ഉന്നയിക്കുന്ന അവൾ കേട്ടു. റിച്ചാർഡ് തൻ്റെ കഴുത്തിലുള്ള ആ പെൻഡൻ്റ് ഉപയോഗിച്ച് ഈ ദ്വീപിനോട് എന്തോ ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു കുരിശ് മുത്തുന്ന പോലെയാണ് അത് മുത്തുന്നതെങ്കിലും അതിന് പിന്നിൽ വേറെ എന്തോ ഉണ്ട്. മുൻപ് റിച്ചാർഡായിരുന്നു ഈ ദ്വീപിനെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ദ്വീപാണ് റിച്ചാർഡിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു എസ്രയുടെ വാക്കുകളുടെ അർത്ഥം. ആ വാക്കുകൾ എസ്രയുടെ വായിൽ നിന്ന് പുറത്തു വന്ന നിമിഷം ഒട്ടും ചിന്തിക്കാതെ റിച്ചാർഡ് അയാളെ ആക്രമിച്ചു. ഒരു കൂസലുമില്ലാതെ ഒരു ഇരുമ്പോടി വെച്ച് അവിടെ തന്നെ ഇട്ട് എസ്രയുടെ തലയ്ക്കടിച്ച് അറഞ്ചം പുറഞ്ചം വീക്ക് കൊടുത്ത് തല്ലിക്കൊന്നു. ഈ എസ്ര നടക്കാൻ ഉപയോഗിച്ചിരുന്ന വടിവെച്ച് തന്നെയാണ് റിച്ചാർഡ് അയാളെ തല്ലിക്കൊന്നത്. കോണിപ്പടിയിൽ നിന്നിരുന്ന സാറ ഈ ഭയാനകമായ കൊലപാതകം നേരിൽ കണ്ട് കാലും കൈയും പറിച്ച് പേടിച്ചിരണ്ട് മുറിയിലേക്ക് ഓടി കട്ടിലേക്ക് ചെന്ന് വീണു. പിന്നാലെ റിച്ചാർഡ് അവിടേക്ക് വന്ന് അവളെ നോക്കുകയും ചെയ്തു. താൻ ചെയ്ത കൊലപാതകം സാറ കണ്ടിട്ടുണ്ടെന്ന് റിച്ചാർഡിന് അറിയാമായിരുന്നു. എങ്കിലും അയാൾ അതിനെക്കുറിച്ച് അവളോടൊന്നും ചോദിച്ചില്ല. കാരണം അവൾ കണ്ട കാഴ്ച അവളുടെ മനസ്സിലുണ്ടാക്കിയ ഭയം തന്നെ അവളെ നിശബ്ദയാക്കാൻ ധാരാളമെന്ന് അയാൾ വിശ്വസിച്ചു. നേരം പുലർന്നപ്പോൾ സാറ താഴേക്ക് വന്ന് നോക്കിയെങ്കിലും എസ്രയുടെ മൃതദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ കൊലപാതകം നടന്നതിൻ്റെ ലക്ഷണങ്ങളും ചോരപ്പാടുകളും ഊണുമുറിയിൽ അപ്പോഴും ഉണ്ടായിരുന്നു. സാറ ആ മുറി വൃത്തിയാക്കാൻ തുടങ്ങി. അതിനിടയിലാണ് ഊണുമേഷ്ടിക്ക് താഴെയായി ബേസ്മെൻറ്റിലേക്ക് പോകുന്ന ഒരു രഹസ്യവാതിൽ, ഒരു നിലവറ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് തുറന്നു നോക്കിയപ്പോൾ താഴേക്ക് പോകുന്ന ഒരു ഗോവണിയും ആ ഗോവണിയുടെ അവസാനമായി എസ്രയുടെ ചോര പുരണ്ട വടിയും അവൾ കണ്ടു. നടക്കുന്ന സംഭവങ്ങൾക്കൊന്നും ഒരു യുക്തിയും കണ്ടെത്താൻ കഴിയാതെ വന്നോടെ സാറ നേരെ പാസ്റ്റർ കോളിൻസിൻ്റെ അടുത്തേക്ക് പോയി. കാരണം അയാൾ വന്നപ്പോഴേ പറഞ്ഞിരുന്നില്ലേ എന്ത് പ്രശ്നമുണ്ടായാലും ധൈര്യമായി വരണമെന്ന്. അങ്ങനെ സാറ താൻ കണ്ട കാര്യങ്ങളെല്ലാം വിറയലോടെ വിങ്ങിപ്പൊട്ടി അയാളോട് തുറന്നു പറഞ്ഞു. സാധാരണക്കാരായ സ്ത്രീകളെപ്പോലെ ഒരു ഭാര്യയായും അമ്മയായും സമാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ചാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നും എന്നാൽ ഈ ശപിക്കപ്പെട്ട സ്ഥലത്തേക്ക് വരാൻ തീരുമാനിച്ച സ്വന്തം വിധിയെ അവൾ സ്വയം ശപിക്കുകയും ചെയ്തു. അക്കാലത്ത് വിവാഹം കഴിച്ച് കുട്ടികളുമായി ജീവിക്കുന്നതാണ് സാധാരണ ജീവിതമായി കണക്കാക്കിയിരുന്നത്. അവിവാഹിതരായി തുടരുന്നത് അസാധാരണവും മോശവുമായിട്ടാണ് കണ്ടിരുന്നത്. സാറയുടെ നിസ്സഹായാവസ്ഥ കണ്ട കോളിൻസ് ഇതുവരെ ആരും ആളോട് പറയായിരുന്ന റിച്ചാർഡിനെ കുറിച്ചുള്ള ചില സത്യങ്ങൾ വെളിപ്പെടുത്താൻ തീരുമാനിക്കുന്നു. നിന്റെ ഭർത്താവിനെ റിച്ചാർഡിനെ ചെകുത്താൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് വ്യക്തമല്ല. ദ ഡെവിളും റിച്ചാർഡും തമ്മിൽ ചില രഹസ്യ കരാറുകളുണ്ടെന്നാണ് കോളിൻസ് പറഞ്ഞത്. ഈ കരാർ വഴി രണ്ടുപേർക്കും എന്താണ് ഗുണമെന്ന് ആർക്കും അറിയില്ലെങ്കിലും ഇതുമൂലം ദ്വീപിലെ ജനങ്ങൾ കൊടും ദുരിതങ്ങൾ അനുഭവിക്കുകയാണെന്ന് വ്യക്തമായിരുന്നു. ഇവിടെ പല ഗ്രാമവാസികളെയും അവിചാരിതമായി കാണാതെ പോകാറുണ്ട്. പിന്നെ അവരെ കണ്ടുകിട്ടാറുമില്ല. റിച്ചാർഡ് വിഡോസ് ബേയിലെ ഗ്രാമവാസികളെ ആ ചെകുത്താന് വേണ്ടി ബലിയെടുക്കുകയാണെന്നും അതിൽ അയാളുടെ ആദ്യ ഭാര്യയും ഉൾപ്പെടുമെന്നും കോളിൻസ് സൂചിപ്പിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ സാറയ്ക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് തോന്നിയത്. എന്നാൽ അവൾ റിച്ചാർഡിൻ്റെ ഭാര്യയായതുകൊണ്ടും അവൾക്ക് റിച്ചാർഡിൻ്റെ അടുത്തേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുമെന്നതുകൊണ്ടും സാറ അവിടെ തന്നെ തുടരാനും റിച്ചാർഡിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ചില റിബൽസ് ഉണ്ട്. ആ വിമതർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും കോളിൻസ് ആവശ്യപ്പെട്ടു.
സാറ അതിനായി ചെയ്യേണ്ട ഒരേ ഒരു കാര്യം രാത്രിയിൽ വീടിൻ്റെ മുൻവശത്തെ വാതിൽ പൂട്ടാതെ തുറന്നിടുക എന്നത് മാത്രമായിരുന്നു. സാറയ്ക്ക് ആ സമയത്ത് അവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ട് അവൾ കോളിൻസ് ഏൽപ്പിച്ച ദൗത്യം ചെയ്യാമെന്നേറ്റ് വീട്ടിലേക്ക് മടങ്ങി. ഗ്രാമത്തിലെ ആളുകളെ കാർന്നു നിന്ന് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് റിച്ചാർഡുമായി തുറന്നൊരു സംസാരത്തിന് സാർ ശ്രമിക്കുന്നുണ്ട്. അവളങ്ങനെ ചെയ്തത് റിച്ചാർഡിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരുതരം മനുഷ്യത്വം ബാക്കിയുണ്ടോ എന്നറിയാനും അതുവഴി ഒരു കൊലയാളിയെ തനിക്ക് സ്വന്തം വീട്ടിലേക്ക് കയറ്റിയിടേണ്ടി വരില്ലല്ലോ എന്ന പ്രതീക്ഷയിലുമാണ്. എന്നാൽ തൻ്റെ ഭാര്യയോട് നേരെ ചെവി സംസാരിക്കുന്നതിന് പകരം സാറ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്ന് റിച്ചാർഡ് അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. റിച്ചാർഡിനെ മാറ്റിയെടുക്കാൻ കഴിയില്ലെന്നും അയാൾ മരിക്കേണ്ടവൻ തന്നെയാണെന്നും സാറയ്ക്ക് അതോടെ ഉറപ്പായി. അങ്ങനെ അവൾ വീടിൻ്റെ മുൻവശത്തെ വാതിലിൻ്റെ കൊളുത്ത് തുറന്നിട്ട ശേഷം രാത്രി ഉറങ്ങാൻ പോയി. അന്ന് അർദ്ധരാത്രി റിച്ചാർഡിനെ കൊല്ലാനായി ഒരു വാടക കൊലയാളി അവിടേക്ക് എത്തി. അയാൾ മെല്ലെ കിടപ്പുമുറിയിലേക്ക് നടന്നു ചെന്നു. കാടാരെടുത്ത് കുത്താനായി ഓങ്ങി. ആരെ? സാറേ. രാത്രി കണ്ട് മണ്ടന് കണ്ണും കണ്ടുകൂടാ. സാറ പുതുപോറ്റി ദേഷ്യത്തോടെ അപ്പുറത്ത് കിടക്കണമെന്ന് ചൂണ്ടി അങ്ങനെ അവൻ ചെന്ന് റിച്ചാർഡിനെ ചറവറാകുത്തി. ഇതോടെ സാറ വിറയിലൂടെ ആ മുറിയിൽ നിന്നും പുറത്തേക്കൂടി താഴേക്ക് പോയി തരിച്ചങ്ങനെ നിന്നു. കൊലയാളി വന്ന് റിച്ചാർഡ് മരിച്ചെന്ന വാർത്ത പറയുന്നതും കാത്ത്. എന്നാൽ അവിടെ സംഭവിച്ചത് സാറ പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായ കാര്യങ്ങളായിരുന്നു. റിച്ചാർഡിനെ കൊല്ലാമെന്ന ആ വാടക കൊലയാളിയുടെ മൃതദേഹമാണ് കോണിപ്പടികളിലൂടെ താഴേക്ക് വീണത്. പിന്നാലെ റിച്ചാർഡ് ഒരാവശ്യതയും കൂടാതെ നടന്ന് അവളുടെ അടുത്തേക്കെത്തി. ദേഹം മാസകലം രക്തം പുരണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും അയാൾക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു. വാതിൽ തുറന്നിട്ടത് സാറയാണെന്ന് അയാൾ സംശയിച്ചില്ലെങ്കിലും സാറ ഇനി വീടിന് പുറത്തിറങ്ങാൻ പാടില്ലെന്ന് അയാൾ കർശനമായി വിലക്കി. മാത്രമല്ല ഈ കൊലപാതക ശ്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും താൻ കൊല്ലുമെന്നും അയാൾ പ്രതിജ്ഞയെടുത്തു. തൊട്ടടുത്ത ദിവസം റിച്ചാർഡും കുട്ടികളും പുറത്തേക്ക് പോയെന്നും തന്നെ ഈ വീടിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും സാറ മനസ്സിലാക്കുന്നു. ഈ സമയം ഉപയോഗപ്പെടുത്തി ആ ഊണുമേശയ്ക്ക് താഴെയുള്ള രഹസ്യവാതിലൂടെ പോയി അവിടെ എന്താണുള്ളതെന്ന് കണ്ടെത്താൻ അവൾ തീരുമാനിച്ചു. അങ്ങനെ എസ്രയുടെ രക്തം പുരണ്ട വടിയും കടന്ന് അവൾ താഴേക്ക് നടന്നു. ആ വീടിൻ്റെ അടുത്തിറക്കി താഴെയുള്ള ആ ഭിത്തികൾ മുഴുവൻ രക്തം പുരണ്ടുണ്ടായിരുന്നു. ആ തുരങ്കങ്ങളിലൂടെ കൂടുതലുള്ളിലേക്ക് നടക്കുമ്പോൾ അവളൊരു വാതിൽ കണ്ടു. ആ വാതിലിലേക്ക് പോകുന്ന വഴിയുടെ ഭിത്തികളിൽ നിന്ന് വേരുകളോ അതോ മനുഷ്യൻ്റെ മുടിയോ പോലെ എന്തൊക്കെയോ പുറത്തേക്ക് വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതെന്താണെന്ന് കൂടുതൽ പരിശോധിക്കാൻ സാറ നിന്നില്ല. അവളങ്ങനെ ആ വാതിൽ തുറന്നു. അത് മറ്റൊരു രഹസ്യവാതിലിന് നേരെ തിരിഞ്ഞിരിക്കുന്ന ഒരു കസേരയുള്ള മുറിയിലേക്കാണ് എത്തിയത്. ആ കസേരയ്ക്ക് ചുറ്റുമായി അഴിഞ്ഞു കിടക്കുന്ന കയറുകളും തറയിൽ കുറച്ച് രക്തപ്പാടുകളും ഉണ്ടായിരുന്നു. അതെ, ഒന്നാമത്തെ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ട അതേ ഇലക്ട്രിക് ചെയർ ഇരിക്കുന്ന അതേ മുറിയായിരുന്നു അത്. റിച്ചാർഡ് കരാറുണ്ടാക്കിയിരുന്ന ആ ചെകുത്താൻ്റെ ദാഹം മാറ്റാനായി ആളുകളെ ബലി കൊടുക്കുന്നത് അവിടെ വെച്ചാണെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. ഈ പ്രസന്റ് ടൈമിൽ ഈ ചെകുത്താനെ നിയന്ത്രിച്ച് നിർത്താനുള്ള ഈ ചുമതല ഒരുപക്ഷെ ടോം ലോവ്റ്റിസിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന വ്യക്തി ആയിരിക്കാം ചെയ്തിരുന്നത്. എന്നാൽ ടോമിനെ ആരും ഇതിനെക്കുറിച്ച് അറിയിച്ചിരുന്നില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ടാകാം. ഒന്ന്, ടോം ആ ദ്വീപുകാരനല്ലാത്ത ഒരു പുറത്തുനിന്ന് വന്ന് താമസമാക്കിയ ഒരാളാണ്. രണ്ട്, ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ ഒരിക്കലും ടോം അയാളുടെ സ്വഭാവം വെച്ച് അത് ചെയ്യാൻ തയ്യാറാകില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ദൗത്യം ചെയ്യാൻ അവർ ആ ദ്വീപിൽ നിന്ന് തന്നെയുള്ള ആരെയും തിരഞ്ഞെടുക്കാതിരുന്നത്? അതിനുള്ള ഉത്തരം ഇപ്പോഴും വ്യക്തമല്ല. കസേരയും ചോരയും കണ്ടുകൂടി സാറ ആ ഇരുണ്ട തുരങ്കങ്ങൾക്കുള്ളിൽ മറ്റൊരു ഗോവണി കൂടി കണ്ടെത്തി. അതവളെ കൊണ്ടുചെന്നെത്തിച്ചത് വീടിന് പുറത്തുള്ള ഒരു കിണറ്റിൻ്റെ അടുത്തേക്കാണ്. ഐ തിങ്ക് ബ്രൈസ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പരിശോധിച്ചുകൊണ്ടിരുന്ന അതേ കിണർ തന്നെയാകാം ഇത്. അവിടെ നിന്നും സാറ നേരെ പള്ളിയിലേക്ക് ഓടി. അവിടെ കോളിൻസും റിച്ചാർഡിനെ എതിർക്കുന്നവരും തമ്മിലുള്ള ഒരു രഹസ്യ മീറ്റിംഗ് നടക്കുകയായിരുന്നു. സാറ അവിടെ ചെന്ന് അവരോട് താൻ ഇപ്പോൾ കണ്ടെത്തിയ ഈ തുരങ്കത്തെക്കുറിച്ച് പറയുകയും അതിലൂടെ വീട്ടിലേക്ക് കയറി റിച്ചാർഡിനെ ആക്രമിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തവണ കുറഞ്ഞത് 10 പേരെങ്കിലും അടങ്ങുന്ന ഒരു സംഘം വേണമെന്നും അവൾ പറഞ്ഞു. കാരണം ഒരാൾ വിചാരിച്ചാൽ റിച്ചാർഡിനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കഴിഞ്ഞ രാത്രി അവൾ നേരിട്ട് കണ്ടതാണ്. ഇതിനിടയിൽ കോളിൻസ് സാറയ്ക്കൊരു ഉറപ്പ് നൽകി. സാറ തിരികെ വീട്ടിലേക്ക് ചെന്നിട്ട് റിച്ചാർഡ് കുടിക്കുന്ന മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി അവനെ മയക്കി കിടത്തിയാൽ സാറയെ അന്ന് രാത്രി അവിടുന്ന് പോകുന്ന ഒരു ചരക്ക് കപ്പലിൽ സുരക്ഷിതയായി ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്നായിരുന്നു കോളിൻസിൻ്റെ ആ വാക്ക്. ഇനി അങ്ങോട്ട് തിരിച്ചു പോകാൻ പോലും പേടിയായിരുന്ന സാറ ഒടുവിൽ ചെറിയൊരു മടിയോടെയാണെങ്കിലും ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഓർത്തപ്പോൾ ആ ജോലി ചെയ്യാമെന്ന് സമ്മതിച്ചു. അങ്ങനെ അന്ന് രാത്രി ശരിയായ അവസരം വരുന്നവരെ സാറ തൻ്റെ ഡയറി എഴുതുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ആ എഴുതുന്നത് എന്താണെന്ന് കേട്ടാൽ നിങ്ങളറിയും. ദ്വീപിലെ അജ്ഞാത ശാപമായ മഹാമാരി, ഭർത്താവിൻ്റെ കഴുത്തിലെ പെൻഡൻറ്റ്. ആ പെൻഡൻറ്റിലാണ് ശാപത്തിൻ്റെ തുടിക്കുന്ന ഹൃദയം അടങ്ങിയിരിക്കുന്നത്. മരണം ഏറെക്കുറെ ഉറപ്പാണ്. അത് മഹാമാരി കൊണ്ടാണോ അതോ തൻ്റെ ഭർത്താവിൻ്റെ കൈ കൊണ്ടാണോ എന്നത് മാത്രമാണ് ആശങ്ക. പിടികിട്ടിയ ബ്രൈസിൻ്റെ മുകളിൽ നിന്നും വിക്കിനും ലോവ്റ്റിസിനും പട്രീഷ്യയും കിട്ടിയതായി കണ്ട ആ കടലാസിലെ അതേ വാചകം തന്നെയാണത്. പിന്നീട് ജെറിയുടെ വ്യക്തമാക്കിയ കാര്യങ്ങൾ. എന്നാൽ ഇതെഴുതിക്കൊണ്ടിരിക്കെ ആ സമയത്ത് റിച്ചാർഡ് അവിടേക്ക് വരികയും അവൾ എന്താണ് എഴുതുന്നത് വായിക്കാനായി ആ ഡയറി സാറയിൽ നിന്നും പിടിച്ചു വാങ്ങുകയും ചെയ്തു. തനിക്കെതിരെയുള്ള ഗൂഢാലോചനയെക്കുറിച്ചും തനിക്ക് ചെകുത്താനുമായുള്ള ബന്ധത്തെക്കുറിച്ചും സാറ എഴുതി വെച്ചിരിക്കുന്ന ആ പേജുകൾ റിച്ചാർഡ് വായിക്കുന്നതിന് തൊട്ടു മുമ്പായി സാറ മയക്കുമരുന്ന് കലർത്തിയ പാനീയം അയാൾക്ക് കുടിക്കാൻ നൽകി. എന്നാൽ റിച്ചാർഡ് ആ പാനീയം കുടിക്കുന്നില്ല എന്ന് കണ്ട് സാറ എന്ത് ചെയ്തു? വേഗം തന്നെ കുട്ടികളെ ഉറങ്ങാനായി പറഞ്ഞയച്ചു. അതിനുശേഷം അവൾ വളരെ റൊമാൻറ്റിക്കായി റിച്ചാർഡിനോട് പെരുമാറാൻ തുടങ്ങി.
അയാളെ വശീകരിക്കുന്നതിനിടയിൽ വളരെ തന്ത്രപരമായി ആ മയക്കുമരുന്ന് കലർത്തിയ ബ്രാൻഡ് കുടിപ്പിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായി റിച്ചാർഡ് ആ ഒരു മൂടിൽ പാല് പങ്കിടുന്ന പോലെ ആ സാറയെ കൊണ്ടും കുടിപ്പിച്ചു. വായിലേക്ക് ആ മദ്യം എത്തിയ ഉടനെ സാറ് തുപ്പിക്കളഞ്ഞതോടെ പിന്നെ പറയണോ, തനിക്കെതിരെ സാറ് ഗൂഢാലോചന നടത്തുകയാണെന്ന് അപ്പോൾ തന്നെ റിച്ചാർഡ് മനസ്സിലാവുകയും ഒട്ടും മടിക്കാതെ അയാൾ സാറെ കൊല്ലാൻ ശ്രമിച്ചു. ഭാഗ്യവശാൽ കൃത്യസമയത്ത് റിച്ചാർഡിന് ആൺമക്കളിൽ ഒരാൾ അവിടേക്ക് വരികയും ആ സൈക്കോയെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. റിച്ചാർഡ് തന്നെയാണ് തങ്ങളുടെ അമ്മയെ കൊന്നതെന്ന് ആ കുട്ടി സാറയോട് പറഞ്ഞു. അയാൾ ബോധം കെട്ടുകിടക്കുന്ന ആ സമയം നോക്കി സാറയും കുട്ടികളും അവിടെ നിന്ന് രക്ഷപ്പെട്ട് കപ്പൽ പിടിക്കാനായി തുറമുഖത്തേക്ക് ഓടി. എന്നാൽ നിർഭാഗ്യവശാൽ അവരവിടെ എത്തിയപ്പോഴേക്കും ആ ചരക്ക് കപ്പൽ അവിടെ നിന്നും പുറപ്പെട്ടിരുന്നു. കപ്പലിന് പിന്നാലെ പോയി അതിൽ കയറാനായി അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ചെറിയൊരു തോണിയിൽ കയറാൻ സാറ് കുട്ടികളോട് പറഞ്ഞു. കുട്ടികൾ അവൾ പറഞ്ഞതുപോലെ വെള്ളത്തിൽ കയറി. സാറയും അവർക്കൊപ്പം ചേരാൻ പോകുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി അബിഗയിൽ, മുൻപ് സാറയെ നിരീക്ഷക എന്ന് വിളിച്ച് കുറ്റപ്പെടുത്തിയ അതേ സ്ത്രീ, ദേഹമാസകലം ചോരയുമായി ഒരു ഭീകരരൂപത്തിൽ അവിടേക്ക് വന്നു. അവൾക്ക് രോഗം ബാധിച്ച് വയലേതായിരിക്കണം. സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തിയിട്ടാണ് വരുന്നത്. തനിക്കും സാറയോടും കുട്ടികളോടും ഒപ്പം ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് അവൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു കൊലപാതകയെ അവളെ കൂടെ കൂട്ടാൻ സാറയ്ക്ക് കഴിയില്ലായിരുന്നു. സാറ അവളെ കൂട്ടാൻ വിസമ്മതിച്ചതോടെ അബിഗലിന്റെ സമനില തെറ്റുകയും അവർ പെട്ടെന്ന് സാറെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. വള്ളം തൊഴി ഉപയോഗിക്കുന്ന ഒരു പങ്കായമെടുത്ത് സാറ അബിഗലിന്റെ തലക്കടിച്ച് അവളെ വീഴ്ത്തി. തുടർന്ന് കുട്ടികളുമായി ആ കപ്പലിനെ രക്ഷമാക്കി യാത്ര തിരിച്ചു. ബോധം തിരിച്ചിട്ടുന്ന റിച്ചാർഡ് കാണുന്നത് തന്നെ കോളിൻസും അയാളുടെ ആളുകളും ചേർന്ന് ബന്ധിച്ചിരിക്കുന്നതാണ്. റിച്ചാർഡിൻ്റെ വീടിന് പിന്നിലായി വെച്ചിരിക്കുന്ന ഒരു ശവപ്പെട്ടിയിൽ അയാളെ ജീവനോടെ കുഴിച്ചു മൂടാനായിരുന്നു അവരുടെ പ്ലാൻ. കോളിൻസ് റിച്ചാർഡിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ആ പെൻഡന്റ് ഊരിയെടുക്കുന്നു. ആ പെൻഡന്റ് തുറക്കരുത്, അത് അതിനിഷ്ടമല്ല എന്ന് റിച്ചാർഡ് പറയുന്നുണ്ട്. ആരാണീ അത് എന്ന് കോളിൻസ് ചോദിക്കുമ്പോൾ റിച്ചാർഡ് പറയുന്നത് താൻ ആ കറുത്ത കൂണുകൾ കഴിച്ചപ്പോൾ കണ്ട ഒരു ദൈവത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കണ്ടില്ലേ, കൂൺ പറിച്ചെടുത്ത് കഴിച്ചപ്പോൾ ഉണ്ടായ വിഷനോ കണ്ട രൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. താൻ ആ മാനുഷിക ശക്തിയുമായി ഉണ്ടാക്കിയ ഉടമ്പടിയുടെയും കരാറിൻ്റെയും ഫലമായാണ് ഈ ദ്വീപിലുള്ള എല്ലാവരും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് എന്ന് അയാൾ വാദിക്കുന്നു. ആ കരാർ പ്രകാരം ചില ബലികൾ അനിവാര്യമാണ്. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി താൻ ദിവസവും വളരെ ബുദ്ധിമുട്ടുള്ള പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ടെന്ന് റിച്ചാർഡ് പറയുന്നു. അതെല്ലാമാണ് നമ്മൾ ആ നിലവറയ്ക്കുള്ളിൽ കണ്ടത്. എന്നാൽ ഗ്രാമവാസികൾ ഇതൊന്നും വിശ്വസിച്ചില്ല. റിച്ചാർഡിനെ പൂർണ്ണമായും ഭ്രാന്ത് പിടിച്ചുവെന്നാണ് അവർ കരുതിയത്. അതിനാൽ അയാളെ ജീവനോടെ കുഴിച്ചുമൂടാൻ അവർ കോളിൻസിനെ ഉപദേശിച്ചു. അങ്ങനെ താഴേക്ക് വെക്കുന്നതിനിടയിൽ ആ കരാറിൻ്റെ ഫലമായി താൻ ഒരു അനശ്വരനാണെന്ന് റിച്ചാർഡ് അവകാശപ്പെട്ടു. ഇമ്മോർട്ടൽ. ഇതൊന്നും അവർ ചെവികൊണ്ടില്ല. താൻ വലിയ മനസ്സുള്ളവനാണെന്നും തന്നോട് ഈ ക്രൂരത കാണിച്ച ഈ രാജ്യദ്രോഹികളോട് തനിക്ക് ക്ഷമിക്കാൻ കഴിയുമെന്നും ദ്വീപിലെ ജനങ്ങളുടെ ജീവൻ നിലനിർത്താൻ താൻ ഏറ്റെടുത്ത ആ വലിയ ഉത്തരവാദിത്തം തുടർന്നും ചെയ്യാൻ താൻ തയ്യാറാണെന്നും അയാൾ വിളിച്ചു പറഞ്ഞു. ഗ്രാമവാസികൾ ആരും അയാളുടെ വാക്കുകൾ ചെവികൊള്ളാതിരുന്നപ്പോൾ ആ ദ്വീപിന് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്ന് അയാൾ അവരോട് കെഞ്ചാൻ തുടങ്ങി. അങ്ങനെ ചെയ്തില്ലെങ്കിൽ തൻ്റെ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും നരകയാതന അനുഭവിക്കുമെന്നും അയാൾ ഓർമ്മിപ്പിച്ചു. അപ്പോഴാണ് കോളിൻസ് ഒരു സത്യം റിച്ചാർഡിനോട് പറയുന്നത്. റിച്ചാർഡിൻ്റെ കുട്ടികൾ സാറയോടൊപ്പം കരയിലേക്ക് പോയി കഴിഞ്ഞു. അതുകൊണ്ട് ആ ദ്വീപിനോ അതിലെ ദൈവത്തിനോ ഇനി അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നയാൾ പറഞ്ഞപ്പോൾ ഇത് കേട്ടതോടെ റിച്ചാർഡിന് അക്ഷരാർത്ഥത്തിൽ സമനില തെറ്റി. കാരണം അയാൾ ഉണ്ടാക്കിയ കരാർ പ്രകാരം ആർക്കും ആ ദ്വീപ് വിട്ട് പുറത്തു പോകാൻ അനുവാദമില്ല. അവിടെ ജനിച്ചു വളർന്ന ആരെങ്കിലും അങ്ങനെ ശ്രമിച്ചാൽ അവർ മരിക്കുക തന്നെ ചെയ്യും. നിങ്ങളെൻ്റെ മക്കളെ എല്ലാം കൊല്ലാൻ പോവാണെന്ന് അയാൾ ആവർത്തിച്ച് അലറിക്കൊണ്ടിരുന്നു. റിച്ചാർഡിൻ്റെ ഭ്രാന്ത് പിടിച്ച സംസാരങ്ങൾക്ക് അതോടെ അറുതി വരുത്തിക്കൊണ്ട് ഗ്രാമവാസികൾ ആ ശവപ്പെട്ടിയുടെ മൂടി അടയ്ക്കുകയും അയാളെ ജീവനോടെ കുഴിച്ചു മൂടുകയും ചെയ്തു. ഓ, ഇതാണ് സംഭവം. ഇനി ആ സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ ഒന്ന് പോയി നോക്കിയാലോ? വിക്കും അയാളുടെ കുറച്ച് കൂട്ടാളികളും ചേർന്ന് മുമ്പ് ജെറി പറഞ്ഞത് വെച്ച് ദ്വീപിലെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ആ പെൻഡന്റ് കണ്ടെത്താനായി റിച്ചാർഡിൻ്റെ മൃതദേഹം ഇതേ കുഴിമാടത്തിൽ നിന്നും പുറത്തെടുക്കുകയാണ്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം ആ പെൻഡന്റ് റിച്ചാർഡിൻ്റെ ശരീരത്തിലല്ല എന്ന്. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അത് കോളിൻസ് എടുത്തുകൊണ്ട് പോയിരുന്നു. കോളിൻസ് അത് എവിടെയാണോ സൂക്ഷിച്ചത് അവിടെയാണ് ഇപ്പോൾ അതുള്ളത്. പക്ഷെ അതെവിടെ എന്ന് ആർക്കും അറിയില്ല. എന്നാൽ റിച്ചാർഡ് തന്നെ കുഴിച്ചു മൂടുന്നതിന് തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ അയാൾ ശരിക്കും ഒരു ഇമ്മോർട്ടൽ ആണെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് വിക്കിനെയും കൂട്ടരെയും ആ പെൻഡന്റ് ഇരിക്കുന്ന ശരിയായ സ്ഥലത്തേക്ക് നയിക്കാൻ സാധിച്ചേക്കും. പക്ഷെ അതിൻ്റെ പിന്നിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് സംഭവിക്കുക എന്നത് വരുന്ന എപ്പിസോഡുകളിലൂടെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സീ യു ലവ്ലീസ്.